വാഴച്ചാൽ വാട്ടർഫാൾസിലേക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ നടത്തിയ ഒരു ചെറു യാത്രയുടെ ദൃശ്യഭംഗി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഇവിടെ പങ്കുവയ്ക്കുന്നു. ഒരു ഔദ്യോഗിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലെത്തിയ ഞങ്ങൾ അതിന് അടുത്ത് തന്നെയുള്ള വാഴച്ചാലും ആതിരപ്പള്ളിയും കൂടി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾ വാഴച്ചാലിലേക്ക് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ശീതളിമ നുകർന്നുകൊണ്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ വാഴച്ചാൽ ഇക്കോ ടൂറിസം ആൻഡ് വാട്ടർഫാൾസിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ ടിക്കറ്റ് ചാർജുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസിലും പ്രവേശനം സാധ്യമാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളത് കളയാതെ സൂക്ഷിച്ചു വയ്ക്കണം. അപ്പം ഞങ്ങൾ 10 പേരോളം അടങ്ങുന്ന സംഘങ്ങൾ ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് ഈ വാഴച്ചാലിൻ്റെ കാനന ഭംഗി, ആ വാട്ടർഫാൾസിൻ്റെ മനോഹാരിത ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ പാർക്കിലേക്ക് കടന്നു. ഇനിയുള്ള കാഴ്ചകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഇവിടെ പങ്കുവയ്ക്കുന്നു. രണ്ടാം ശനിയാഴ്ച ദിവസമായതിനാൽ പാർക്കിൽ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ധാരാളം സന്ദർശകർ ഈ പ്രകൃതിയുടെ ദൃശ്യ ചാരുത നേരിട്ട് ദർശിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പാർക്കിനകത്ത് കയറിയാൽ നമുക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യവും മറ്റ് ടോയ്ലറ്റ് അങ്ങനെ മറ്റ് അമ്യൂണിറ്റീസ് സ്നാക്സ് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വാഴച്ചാലെന്ന് വെച്ചാൽ നീണ്ടു കിടക്കുന്ന ഒരു വാട്ടർഫാൾസാണ്. ഇപ്പോൾ വെള്ളം അത്ര കൂടുതലില്ലാത്തതിനാൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർഫാൾസ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എങ്കിലും അത് നീണ്ടു കിടക്കുന്ന ഒരു വാട്ടർഫാൾസാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു വ്യൂവും ആ വാട്ടർഫാൾസിൻ്റെ വന്യതയും എല്ലാം നമ്മളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലുപരിയായി ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഈ കാറ്റിൽ ഈ കാട്ടാറിൽ നിന്നും പെരുന്തേനരുവി ഇതുണ്ട് പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കുറയുമ്പോൾ വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ ആ ഡാം അവിടെ ഉള്ളതിനാൽ ഇവിടെ എല്ലായ്പ്പോഴും വെള്ളം കാണത്തില്ല. എന്നാലും വെള്ളം കുറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തുറന്നു വിടും. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ബെഞ്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രകൃതിയുടെ ആ ഒരു ശീതളിമ ഇങ്ങനെ മനസ്സിലാവാതിച്ച് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. അത്ര മനസ്സിനെ ആകർഷിക്കുന്ന പ്രകൃതിയുടെ ദൃശ്യചാരുതയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. ഞങ്ങളെല്ലാം ഇതിനകത്ത് കയറി ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അങ്ങനെ ഈ ദൃശ്യങ്ങളിൽ മുഴുകിയും ഇങ്ങനെ കുറേയധികം സമയം ചെലവഴിച്ചു. ഈ പാർക്കിനകത്ത് തന്നെ ഇങ്ങനെ ഇവിടുത്തെ സ്ഥിര താമസക്കാരായ ധാരാളം കുരങ്ങന്മാർ ഉണ്ട്. അവരുടെ കളിചിരികളും ചേഷ്ടകളും എല്ലാം നമ്മളിൽ നിന്ന് ഭക്ഷണം
തട്ടിപ്പറിക്കാൻ ഒരുങ്ങുന്നതും നമ്മൾ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതും ശാന്തമായിട്ട് കഴിയുന്നതുമായ ധാരാളം കുരങ്ങന്മാരെ നമുക്ക് ഇതിനകത്ത് കാണാം. അതും ഈ പാർക്കിൻ്റെ ഒരു ആകർഷണം തന്നെയാണ്. ചാലക്കുടിയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്ററോളം ഈ വാൽപ്പാറ റൂട്ടിലെ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലെ യാത്ര ചെയ്യുന്നതിനിടയ്ക്കുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഈ വാഴച്ചാൽ. ആതിരപ്പള്ളി വരുന്നവരെല്ലാം ഈ വാഴച്ചാലും കണ്ടു മാത്രമേ മടങ്ങാറുള്ളൂ. വർഷങ്ങളായിട്ടുള്ള ഒരു പാർക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിമനോഹരമായി തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഈ പാർക്കിനുള്ളിൽ ഒരു വായനശാല കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിടത്തിരുന്ന് വേണമെങ്കിൽ കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കാം. വാഴച്ചാലിലെ ഈ ദൃശ്യഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് യാത്ര തിരിച്ചു. നന്ദി.